ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ സ്കന്ദഷഷ്ഠി കവചം അർത്ഥം പറഞ്ഞു നിർത്തിയത് ഭഗവാനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്, നമ്മുടെ ജീവിതത്തിലേക്ക്. വരുക വരുക മൈലോൻ വരുക, അവിടെ വരെയാണ്. ഇന്ന് അതിൻ്റെ ബാക്കി നമുക്ക് നോക്കാം. ഇന്ദിരൻ മുതല എണ്ടിശை പോറ്റ മന്ദിര വടിവേൽ വരുക വരുക, വാസവൻ മരുക വരുക വരുക, നേശകുറമകൾ നിனைவோൻ വരുക, ആറുമുഖം പടൈത്ത ஐயா വരുക, നീറിടും വേലവൻ നിത്തം വരുക, ശിരഗിരി വേലവൻ ശീക്കിരം വരുക, ശരവണ ഭവനാർ ചടുതിയിൽ വരുക. രഹണാവവശ രരരരരര, രിഹണാവവശ രിരിരിരിരിരി, വിണഭവ ശരഹണ വീരാനമോ നമ, നിഭവ ശരഹണ നിറ നിറ നിറന, വശരാഹണഭവ വരുക വരുക, അസുരർ കുടികെടുത്ത ஐயா വരുക, എന്നെയാളും ഇളയോൻ കയ്യിൽ 12 ആയുധം പാശാങ്കുശമും, പരந்த വിഴികൾ 12 ഇലങ്ക, വിരൈന്തനെ കാക്ക വേലോൻ വരുക. അപ്പം ഇവിടെ മുതലാണ് ഇന്ന് അർത്ഥം പറയുന്നത്. ഇന്ദിരൻ മുതല എണ്ടിശை പോറ്റ, അതായത് ഭഗവാനെ നമ്മളിങ്ങനെ നമ്മുടെ ജീവിതത്തിലോട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷേ ഭഗവാനെ കാത്തിരിക്കുന്നത് നമ്മൾ മാത്രമല്ല, പിന്നെയോ 8 ദിശയിലുമുള്ള അഷ്ടദിക്പാലകന്മാരും ഭഗവാൻ വരുന്നത് കാത്തിരിക്കുകയാണ്. ഈ 8 ദിശയിൽ കൂടിയാണല്ലോ ഭഗവാൻ വരുന്നത്. അപ്പം ഭഗവാൻ ഏതുവഴിയാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ആ അഷ്ടദിക്പാലകർ, ആ ദിക്ക് സംരക്ഷിക്കുന്നവർ അവിടെ വേണമല്ലോ. അതുകൊണ്ട് അവരും ഭഗവാനെ ഇങ്ങനെ ഭഗവാൻ വരുന്നതും നോക്കി കാത്തിരിക്കുകയാണ്. ഇന്ദിരൻ മുതൽ ഈശാനൻ വരെയുള്ള അഷ്ടദിക്പാലകർ ഭഗവാനെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഭഗവാൻ ഒന്ന് വന്നാൽ മതി, ഭഗവാനെ ഒന്ന് കണ്ടാൽ മതി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഭഗവാൻ എങ്ങനെയാണ് വരുന്നത്? മന്ദിര വടിവേൽ വരുക വരിക. മന്ദിര വടിവേൽ, ഭഗവാന്റെ വേലിന് പറയുന്ന മറ്റൊരു പേരാണ് മന്ദിര വടിവേൽ എന്ന് പറയുന്നത്. കാരണം ഭഗവാന്റെ വേൽ എന്ന് പറയുന്നത് ഓം എന്ന പ്രണവത്തിൻ്റെ ഒരു സ്വരൂപമാണ്. അതായത് ആ വേല്, നമ്മൾ ഭഗവാന്റെ വേല് കണ്ടിട്ടില്ലേ? അറ്റം കൂർത്ത് താഴോട്ട് വരുമ്പം അല്പം വീതി കൂടി, പിന്നെ താഴേക്ക് പോകുമ്പോൾ ആഴത്തിൽ അങ്ങ് കിടക്കുകയാണ്. അതാണ് നമ്മൾ ഭഗവാനേക്കാൾ പൊക്കം കൂടിയ വേല് വീട്ടിൽ വെക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് കാരണം. അത് ശക്തി കൂടിയ വേലാണ്. ചിലവർ അങ്ങനെ വെക്കുന്ന വേലിൻ്റെ ആ കൂർത്തിരിക്കുന്ന ഭാഗത്ത് നാരങ്ങയൊക്കെ കുത്തി വെക്കാറുണ്ട്. നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിൽ വെക്കുന്ന വേല് ഭഗവാനേക്കാൾ ചെറിയ വേലായിരിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ അത്രയും ആഴത്തിലുള്ള ആ മന്ദിര വടിവേലും കൊണ്ട് ഭഗവാൻ വരണം. എന്തിന്? നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാവിധ ജീവിത പ്രശ്നങ്ങളെയും മാറ്റിത്തന്ന് നമ്മളെ അനുഗ്രഹിക്കാൻ ഭഗവാൻ ആ വേലും കൊണ്ട് വരണമെന്നാണ് ഇവിടെ ദേവരായ സ്വാമികൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ഇന്നത്തെ ഈ ലോകത്ത് തെറ്റേത് ശരിയേത് എന്നൊന്നും അറിയാത്ത ഈ കാലത്ത് ഭഗവാൻ ആ വേലുകൊണ്ട് നമ്മെ നേരെ നടത്തും. തെറ്റും ശരിയും കാണിച്ചു തന്ന് നമ്മളെ ഭഗവാൻ നേരെ നടത്തും. അതുകൊണ്ടാണ് ആ വേലിനെയും നമ്മൾ ക്ഷണിക്കുന്നത്. ഭഗവാനെ മാത്രം ക്ഷണിച്ചിട്ട് കാര്യമില്ല, ഭഗവാന്റെ വേലിനെയും അതിനോടൊപ്പിച്ച് തന്നെ നമ്മൾ ക്ഷണിക്കുകയാണ്. വാസവൻ മരുക വരുക വരുക, അതായത് ഭഗവാൻ ദേവേന്ദ്രൻ്റെ മരുമകനാണ്. വള്ളി ദേവി ഭഗവാൻ, അതായത് ഭഗവാന്റെ ഭാര്യയായ വള്ളി ദേവി ഇന്ദ്രദേവൻ്റെ വളർത്തുമകളാണ്. അതിനൊരു കഥയൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് കൂടും. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. ഇന്ദ്രദേവൻ എടുത്തു വളർത്തിയ വല്ലീദേവി വിവാഹം കഴിച്ചിരിക്കുന്നത് നമ്മുടെ മുരുക ഭഗവാനാണ്. അതുകൊണ്ട് തന്നെ ഇന്ദ്രദേവൻ മുരുക ഭഗവാന്റെ അമ്മായി അച്ഛനും മുരുക ഭഗവാൻ ഇന്ദ്രദേവൻ്റെ മരുമകനുമാണ്. അപ്പം മരുമകനോട് എപ്പോഴും ഒരു സ്നേഹ കൂടുതൽ കാണുമല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളപ്പം അതുകൊണ്ടാണ് വാസവൻ മരുക വരുക വരിക എന്ന് പറഞ്ഞ് ഭഗവാനെ ക്ഷണിക്കുന്നത്. നേശകുറമകൾ നിனைவோൻ വരുക. നേശകുറമകൾ, അതായത് ഇന്ദ്രദേവൻ്റെ വളർത്തുപുത്രിയായ വല്ലീദേവി
വല്ലീദേവിക്ക് ഭഗവാനോട് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ സാധാരണ ഭാര്യമാരായ നമുക്ക് നമ്മുടെ ഭർത്താക്കന്മാരോട് തോന്നുന്ന സ്നേഹം പോലെ അതിനേക്കാട്ടിലും കൂടുതലാണ് വല്ലീദേവിക്ക് ഭഗവാൻ മുരുകനോടുള്ള സ്നേഹം. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഭഗവാനെ ഹൃദയത്തിൽ നിറച്ച് വെച്ചിരിക്കുകയാണ് വല്ലീദേവി. ഭഗവാൻ മുരുകനും അങ്ങനെ തന്നെയാണ്. വല്ലീദേവിയോട് മുരുക ഭഗവാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരിരുവരും പരസ്പരം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വല്ലീദേവിയെ മനസ്സിൽ നനച്ച് വെച്ചിരിക്കുന്നവനെ, വല്ലീദേവിയുടെ മനസ്സിലെപ്പോഴും നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ വരുക വരുക എന്നാണ് ഇവിടെ ദേവരായ സ്വാമികൾ പറയുന്നത്. ആറുമുഖം പടയത്ത അയ്യാ വരിക. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഭഗവാൻ മുരുകന് 6 മുഖങ്ങളാണുള്ളത്. ഈശാനം, തത്പുരുഷം, അഘോരം, വാമദേവം, സത്വാശ്വതം, അവസാനത്തെ 6ാമത്തെ മുഖമായ അധോമുഖം. അങ്ങനെ 6 മുഖങ്ങളുള്ള എൻ്റെ ഭഗവാനെ അറുമുഖനായി അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എഴുന്നള്ളൂ. നീറിടും വേലവൻ നിത്തം വരിക. നീറിടും വേലവൻ നിത്തം വരിക എന്ന് പറഞ്ഞാൽ അത് അർത്ഥമാക്കുന്നത് ശരീരം മുഴുവൻ ഭസ്മമിട്ട ഭഗവാനെ. ഭഗവാന്റെ ശരീരം മുഴുവൻ ഭഗവാൻ ഭസ്മത്താൽ, നെറ്റിയിൽ മാത്രമല്ല, ഭഗവാന്റെ ശരീരം മുഴുവനും ഭസ്മമാണ്. അങ്ങനെയുള്ള ഭഗവാനെ എൻ്റെ അരികിൽ അങ്ങ് എത്രയും പെട്ടെന്ന് വരൂ. ശിരഗിരി വേലവൻ ശീക്കിരം വരിക. ശിരഗിരി അതൊരു കുന്നാണ്. അങ്ങനെ ഇപ്പം ഭഗവാന്റെ വീടുകൾ എടുത്താൽ അറിയാം, കൂടുതലും കുന്നിൻ്റെ മുകളിലായിരിക്കും. അങ്ങനെയുള്ള കുന്നിൻ്റെ മുകളിലിരിക്കുന്ന ഭഗവാനെ അങ്ങ് പെട്ടെന്ന് വരിക. നമ്മളിപ്പോൾ ഏറ്റവും പൊക്കത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴോട്ട് ഇറങ്ങി ചെല്ലാൻ പെട്ടെന്ന് എളുപ്പമായിരിക്കും. അപ്പം നമ്മളൊന്ന് കണ്ണ് ചിമ്മി തുറക്കുന്ന സമയത്തിനുള്ളിൽ ഭഗവാൻ നമ്മുടെ അടുത്തെത്തും. അതാണ് കുന്നിൻ്റെ മുകളിലിരിക്കുന്ന ഭഗവാനെ അങ്ങ് പെട്ടെന്ന് വരിക. ശരവണ ഭവനാർ ഷടുതിയിൽ വരിക. ഭഗവാന്റെ ഷടാക്ഷരീ മന്ത്രമായ ശരവണ ഭവ കൊണ്ടാണ് ഇവിടെ ദേവരായ സ്വാമികൾ ഭഗവാനെ വിളിക്കുന്നത്. ശരവണ ഭവ എന്ന ഷടാക്ഷരീ മന്ത്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഭഗവാനെ വിളിക്കുകയാണ് ശരവണനായ ഭഗവാനെ. അതായത് ശരവണ പൊയ്കയിൽ ജനിച്ച ശരവണനായ ഭഗവാനെ, അങ്ങ് എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ അരികിലേക്ക് വരണം. അങ്ങ് പെട്ടെന്ന് വന്നെങ്കിലേ എനിക്ക് എൻ്റെ ജീവിത പ്രശ്നങ്ങളിൽ നിന്നും എൻ്റെ കർമ്മവിനകളിൽ നിന്നും എനിക്ക് പെട്ടെന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അങ്ങ് എത്രയും പെട്ടെന്ന് എൻ്റെ ജീവിതത്തിലേക്ക് വരണം. അടുത്തതായി പറയുന്ന വരികളെന്ന് പറയുന്നത് ശരവണ ഭവ എന്ന ഭഗവാന്റെ ഷടാക്ഷരീ മന്ത്രം തിരിച്ചും തിരിച്ചും എഴുതിയിരിക്കുന്നതാണ്. ഇത് ഞാൻ ഒരു ദിവസം ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇത് ഓരോ മന്ത്രവും തിരിച്ചും മറിച്ചും ചൊല്ലുന്നതിന് നമുക്ക് ഓരോ അർത്ഥങ്ങളുണ്ട്. നമ്മൾ ശരവണഭവ 108 തവണ ചൊല്ലുന്നത് പോലെ ഈ മന്ത്രങ്ങളും ചൊല്ലിയാൽ അതിൻ്റെ അർത്ഥം കിട്ടും, നമുക്കതിൻ്റെ ഫലം കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ അർത്ഥം പറഞ്ഞു തരാം. ഇപ്പം രണാവവശ രരരരരര രിഹണാവവശ രിരിരിരിരിരി വീണഭവ ശരഹണ വീരാ നമോ നമ. അതായത് ഈ ശരഹണഭവ എന്ന ഈ മന്ത്രം തിരിച്ചും മറിച്ചും പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫലം, ആ ഫലങ്ങളെല്ലാം നമുക്ക് തന്ന ഭഗവാനെ മുരുക, അങ്ങയെ ഞാൻ നമിക്കുന്നു എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. നിഭവ ശരഹണ നിറന വശരാഹണഭവ വരുക വരുക. ഇതെല്ലാം ശരവണഭവ എന്ന മന്ത്രം തിരിച്ചും മറിച്ചും പറയുന്നതാണ്. അതിൻ്റെ എല്ലാം ഒടുവിൽ ദേവരായ സ്വാമികൾ ഇതിനകത്ത് പല പ്രാവശ്യം ഇതുപോലെ ഓരോ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് സാധാരണക്കാരായ മനുഷ്യർ ഇത് ചൊല്ലുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫലം അവർക്ക് ഇങ്ങനെ കിട്ടിക്കോട്ടെ. ചിലപ്പോൾ എല്ലാവരും ഇത് തിരിച്ചും മറിച്ചും ചൊല്ലണമെന്നില്ലല്ലോ. അപ്പം ഈ സ്കന്ദഷഷ്ഠി കവചം ചൊല്ലുന്നതിലൂടെ അവർക്ക് ഈ മന്ത്രങ്ങൾ ചൊല്ലി അതിൻ്റെ ഒരു അനുഗ്രഹവും സ്വായത്തമാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഈ സ്കന്ദഷഷ്ഠി കവചത്തിൽ ദേവരായ സ്വാമികൾ ശരവണഭവ എന്നുള്ള ഷടാക്ഷരീ മന്ത്രത്തെ തിരിച്ചും മറിച്ചും എഴുതിയിരിക്കുന്നത്. അതിന് ശേഷം വരുന്നത് അസുരർ കുടികെടുത്ത അയ്യാ വരിക. അതായത് അസുരന്മാരെ എല്ലാം ഹനിച്ച് ദേവന്മാർക്ക് ദേവേന്ദ്രലോകം തിരിച്ചു നൽകിയ ഭഗവാനെ അങ്ങ് വരിക. എന്നെയാളും ഇളയോൻ കയ്യിൽ ഇളയ മകൻ എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അതായത് ശിവപാർവതി കുടുംബത്തിലെ ഇളയ പുത്രനാണ് സാക്ഷാൽ മുരുക ഭഗവാൻ. ഇളയ മക്കൾക്ക് എപ്പോഴും ഇച്ചിരി ജ്ഞാനോദയം കൂടുതലായിരിക്കുമെന്നാണ് പറയുന്നത്. സാക്ഷാൽ മഹാദേവന് പോലും ജ്ഞാനം
പറഞ്ഞു കൊടുത്ത നമ്മുടെ മുരുക ഭഗവാൻ, ഇളയ മകനായ മുരുക ഭഗവാന്റെ കയ്യിലെ അടിമകളാണ് നമ്മൾ, ഭഗവാന്റെ ഭക്തർ. ഇവിടെ അടിമകൾക്ക് മറ്റർത്ഥമൊന്നും ദയവേത് നിങ്ങൾ ചിന്തിക്കരുത്. ഭഗവാന്റെ അടിമ, അത് നമുക്ക് കിട്ടുന്നൊരു അനുഗ്രഹം തന്നെയാണ്. അങ്ങനെയുള്ള ശിവകുടുംബത്തിലെ ഇളയ മകനായ ഭഗവാനെ, ഞങ്ങൾ അങ്ങയുടെ അടിമയാണ്. കുഞ്ഞു കുമാരനായാണ് ഇവിടെ ഭഗവാനെ ദേവരായ സ്വാമികൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് ഇളയ പുത്രൻ. ഇളയ പുത്രൻ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞു കൊച്ചായിരിക്കും, എപ്പോഴും കുസൃതിയൊക്കെ കാണിച്ച് അങ്ങനെ നടക്കുന്ന ആ കുഞ്ഞു പുത്രനായ ഭഗവാനെ, ഭഗവാന്റെ കയ്യിലെ അടിമകളാണ് ഞങ്ങൾ. എന്നാൽ തന്നെയും അങ്ങനെ അടിമയാണ് എങ്കിലും ഭഗവാൻ കുഞ്ഞാണെങ്കിലും ആ ഭഗവാൻ എത്ര കൈയുണ്ട്? 12 കൈയുണ്ട്. അറുമുഖനായ ഭഗവാന് ഓരോ ശരീരത്തിലും 2 കൈ വെച്ചാകെ 12 കൈയുമുണ്ട്. ആ 12 കൈയിലും 12 ആയുധങ്ങളുമുണ്ട്. ആ 12 ആയുധത്തിൽ ഏറ്റവും ശക്തിയേറിയ ആയുധമാണ് ശിവശക്തി സംയോജനത്തിലൂടെ കിട്ടിയ ഭഗവാന്റെ ആ വേല്. തിരുച്ചെന്തൂരിൽ ഇപ്പോഴും സ്കന്ദഷഷ്ഠി കവച സമയത്ത് ശൂരപത്മൻ്റെ നിഗ്രഹം നടക്കുമ്പം ആ വിഗ്രഹത്തിൽ ഇപ്പോഴും വിയർപ്പ് തുള്ളികൾ വരുന്നത് അവിടെ പോയി കണ്ടിട്ടുള്ളവർക്കറിയാം. ഇതില്ലെന്നുണ്ടെങ്കിൽ സത്യത്തിൽ നമുക്കത് കാണുമ്പോൾ തന്നെ നമ്മുടെ ശരീരം ആകെ കോരിത്തിരിക്കും. അത്രമാത്രം പവർഫുള്ളായിട്ടുള്ള ഒരു സമയമാണത്. അതുപോലും ദേവരായ സ്വാമികൾ വളരെയധികം നല്ല രീതിയിലാണ് നമുക്ക് സ്കന്ദഷഷ്ഠി കവചത്തിൽ വിവരിച്ച് തന്നിരിക്കുന്നത്. പന്നിരണ്ടായുധം പാശാങ്കുശമും പിന്നെ എന്താണ്? പരന്ത വിഴികൾ 12 ഇലങ്ക. ഭഗവാന്റെ ആ 12 6 മുഖത്തിൽ 12 കണ്ണുകളുണ്ട് ഭഗവാന്. ഭഗവാന്റെ കണ്ണെന്ന് പറഞ്ഞാൽ കുഞ്ഞു കണ്ണൊന്നുമല്ല. ഈ ലോകം മുഴുവൻ കാണണം. ഈ ലോകത്ത് മുഴുവൻ ഭഗവാനെ സ്തുതിക്കുന്ന ഭക്തരെ കാണണം. അതിനുവേണ്ടി നല്ല പരന്ത വലിയ കണ്ണുകളാണ് ഭഗവാനുള്ളത്. അതിലൊരു കണ്ണ് തന്നെ ഇത്രയും വലുതാണ്. അപ്പോൾ 12 കണ്ണുകൾ കൊണ്ട് ഈ ലോകം കാണുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെയൊക്കെ ഭഗവാൻ നല്ലവണ്ണം ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥന ഭഗവാൻ നല്ലവണ്ണം കേൾക്കുന്നുമുണ്ട്. ഭഗവാന് ആകെ മൊത്തം 18 കണ്ണുകളാണ് ഉള്ളത്. ഈ 12 കണ്ണുകളും പിന്നെയുള്ള ഒരു കണ്ണെന്ന് പറയുന്നത് ജ്ഞാനക്കണ്ണാണ്, അറിവിൻ്റെ കണ്ണ്. അങ്ങനെയുള്ള ഇത്രയും കണ്ണുകൾ വെച്ചിട്ടാണ് ഭഗവാൻ നമ്മളെ നോക്കുന്നത്. അപ്പം നമ്മൾ ഒരു നൊടി നമ്മൾ മനസ്സിൽ ചിന്തിക്കുമ്പം ഭഗവാൻ അത് മനസ്സിലാകും. ഭഗവാൻ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഭക്തരായ നമ്മൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അപ്പം തന്നെ ഭഗവാൻ അത് കണ്ട് ഞൊടിയിടയിലാണ് നമ്മളെ സംരക്ഷിക്കപ്പെടുന്നത്. അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാനെ, അങ്ങൻ്റെ കഷ്ടം തീർക്കാൻ വേണ്ടി ഓടി വരണം. ഓടി ആ വേലും കൊണ്ട് വന്ന് എത്രയും പെട്ടെന്ന് എൻ്റെ കഷ്ടങ്ങൾ തീർത്തു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം ഭഗവാനെ എന്നാണ് ഇവിടെ ദേവരായ സ്വാമികൾ സ്കന്ദഷഷ്ഠി കവചത്തിൽ എഴുതി ചേർത്തിരിക്കുന്നത്. ബാക്കി നാളെ. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.